സ്തോത്രം. നമ്മൾ പലപ്പോഴും ശുശ്രൂഷ മുഖത്തായിരിക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ ശുശ്രൂഷയെ തടയുന്ന അല്ലെങ്കിൽ പലപ്പോഴും അതിൻ്റെ വിരുദ് തെറ്റിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് സ്തോത്രം, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷയുടെ വിരുദ് തെറ്റിക്കാറുണ്ട്, ഓട്ടം തെറ്റിക്കാറുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രാണബന്ധം പോലെ മുറിച്ചു മാറ്റാൻ കഴിയാത്ത, അടർത്തി മാറ്റാൻ കഴിയാത്തത് പോലെ നമ്മുടെ ജീവിതത്തിൽ ചെറുത് ഇങ്ങനെ ചേർന്ന് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുമായിരിക്കും, ഈ മാവിലൊക്കെ ഇത്തിൾ കണ്ണി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സൈസ് ചെടിയുണ്ട്. സ്തോത്രം, നിങ്ങൾ കണ്ടു കാണും. മാവ് ഇവിടെ ഇത്തിൾ കണ്ണി തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. സ്തോത്രം, അത് ഒരു സൈഡിൽ കൂടെ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യും, വളരും. പിന്നീട് ഇത് പടർന്ന് പന്തലിച്ച് നമ്മൾ എത്ര വലിച്ചത് പൊട്ടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ചെറിയൊരു കഷ്ണം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, അത് വളരും. സ്തോത്രം, ഇതുപോലെ അടർത്തി മാറ്റിയാലും മാറ്റാൻ കഴിയാതെ വണ്ണമുള്ള ചില ബന്ധങ്ങൾ പലപ്പോഴും ദൈവമായിട്ടുള്ള നമ്മുടെ അടുപ്പത്തിൽ ദൈവത്തിന് സ്തോത്രം നമുക്ക് പലപ്പോഴും ഒരു വിനയായിട്ട് മാറും. സ്തോത്രം, ഞാൻ പറയുന്നതിൻ്റെ ആഴം നല്ലവണ്ണം ആ ദൂത് നിങ്ങൾ ഗ്രഹിക്കണം. സ്തോത്രം, ഇവിടെ അപ്പനമ്മമാരോട് യേശു കർത്താവ് മറുപടി പറയുമ്പോൾ ഇങ്ങനെയാണോ ഒരു മകൻ മറുപടി പറയേണ്ടത്? സ്തോത്രം, അവർ വന്നിട്ട് പറയാണ്, ഞങ്ങൾ നിന്നെക്കുറിച്ച് വളരെ എന്ത് ചെയ്തു, വ്യസനിച്ചു, ഞങ്ങൾ വേദനിച്ചു, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾ പ്രയാസപ്പെട്ടു, ഞങ്ങൾ പകുതിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നീ ഞങ്ങളോട് കൂടെ ഇല്ല. സ്തോത്രം, നോക്കിക്കേ, ഒരു കുഞ്ഞിനെ കാണാതെ പോകുന്നൊരു സന്ദർഭം. സ്തോത്രം, ഇവർ തിരിച്ചു വന്ന് യേശുവിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ യേശു കർത്താവ് തിരിച്ചു പറയാവുന്ന, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ അപ്പനമ്മമാർ യേശുവിനെ തിരയുമ്പോൾ യേശുവിൻ്റെ മുൻഗണന, യേശു കർത്താവിൻ്റെ പ്രയോറിറ്റി മുഴുവൻ തൻ്റെ പിതാവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് കർത്താവിൻ്റെ ചോദ്യം വരുന്നത്, എന്നെ എന്തിനാണ് നിങ്ങൾ തിരഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനകത്തെ ഒരു കണ്ടന്റ് മാത്രമാണ് എടുത്ത് നിങ്ങളുടെ മുൻപിലോട്ട് അവതരിപ്പിക്കുന്നത്. സ്തോത്രം, വചനം കൊണ്ട് കർത്താവ് ആ വിഷയത്തെ നേരിടുക മാത്രമല്ല, തൻ്റെ മുൻഗണന എന്താണെന്ന് കർത്താവ് എന്ത് ചെയ്യുക, അവിടെ വെളിപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. യോസഫേ, മറിയേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്തോത്രം, എന്നാൽ അതിനപ്പുറമായിട്ട് എൻ്റെ ദൗത്യം എന്താണെന്നും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ എങ്ങനെയാണ് പോകേണ്ടതെന്നെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ടതിന് ഈ യെരൂശലേമിൽ ഞാൻ അല്പസമയം കൂടെ എന്ത് ചെയ്യണം, ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ ഈ കർത്താവ് മറുപടി പറഞ്ഞതൊന്നും അപ്പനമ്മമാർക്ക് ഗ്രഹിച്ചില്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. 50-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, അവർ തങ്ങളോട് പറഞ്ഞത്, അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വിളി, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ശുശ്രൂഷ യേശുവിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സ്തോത്രം, അത് അപ്പനമ്മമാർക്ക് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. എന്നെ കേൾക്കുന്ന യൗവനക്കാരി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ മേലൊരു വിളിയുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു ദർശനമുണ്ടെങ്കിൽ പലപ്പോഴും നിന്റെ വീടിനകത്ത് നീ ഏറെ സ്നേഹിക്കുന്നവർക്കത് മനസ്സിലാകണമെന്നില്ല. സ്തോത്രം, ഞാൻ പറയുന്നതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. സ്തോത്രം, നമ്മളോട് ചില ദൂതുകളൊക്കെ ദൈവം പറയും, നമ്മളെ ചില കാഴ്ചകളൊക്കെ കാണിക്കും. സ്തോത്രം, യോസഫിനെ കാണിച്ച കാഴ്ചകൾ, യോസഫിനെ കാണിച്ച ദർശനം അപ്പന് വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല, സഹോദരങ്ങൾക്ക് വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല. സ്തോത്രം, അവിടെ അകറ്റി മാറ്റാൻ കഴിയാത്ത ഒരു പ്രാണബന്ധം അപ്പനും യോസഫും തമ്മിലുണ്ട്. സ്തോത്രം, അവിടെയാണ് ദോദാനിലേക്ക് യോസഫിനെ പറഞ്ഞു വിടുന്നത്. കാരണം മറ്റൊന്നല്ല, യോസഫിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഹിതം നിറവേറണമെങ്കിൽ ഈ അപ്പനിൽ നിന്ന് യോസഫ് ഒന്ന് വേർതിരിത്തിരിക്കണം. സ്തോത്രം, ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടല്ലോ. പറഞ്ഞു വരുന്നത് സ്തോത്രം, വ്യക്തിബന്ധങ്ങൾ നമ്മുടെ വിളിയെ തകർക്കരുത്. സ്തോത്രം, വ്യക്തിബന്ധങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു തടസ്സമായി മാറരുത്. പലപ്പോഴും സ്തോത്രം നമുക്കുണ്ടല്ലോ, അവൻ വന്നില്ല അതുകൊണ്ട് ഞാനും ഇന്ന് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. സ്തോത്രം, കാരണം അവിടെയാണ് യേശു കർത്താവിനേക്കാൾ ഉപരി എന്ത് ചെയ്യാണ്, ഒരു ആത്മബന്ധം അവിടെ കിടക്കുകയാണ്. ഞാൻ ഈ വ്യക്തിബന്ധം മാത്രം പറയുമ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ പ്രശ്നം, പല വിധത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം, നമുക്കറിയാലോ, ചില വീടുകളിൽ വളർത്തുമൃഗങ്ങൾ കാണും. എനിക്ക് വളരെ പരിചയമുള്ള
ഒരു വീട്ടിൽ, സ്തോത്രം, അവിടെ ധാരാളം പശുക്കളുണ്ട്. ഒരു കാലത്ത് പശുക്കളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ആരോ പറഞ്ഞു നമുക്ക് കുറച്ച് പശുക്കളെ മേടിക്കാം. സ്തോത്രം. പശുക്കളെ മേടിക്കുന്നതിന് മുമ്പ് വരെ അച്ഛൻ ദിവസവും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, ഞായറാഴ്ച ആരാധനയ്ക്ക് നേരത്തെ വരും. ഒരു പശു വന്നു, സ്തോത്രം, പിന്നീട് 2 പശുവായി, 3 പശുവായി, 4 പശുവായി. പിന്നെ പാസ്റ്റർ വിളിക്കുമ്പോൾ പറയും, പാസ്റ്ററെ ഇന്ന് പശുവിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാനുണ്ട്. സ്തോത്രം. ദൈവം ഒരു ഭാഗത്ത് നിൽക്കുന്നു, പശു മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. സ്തോത്രം. പലപ്പോഴും നമ്മുടെ വിരുത് തെറ്റിക്കുന്നത് നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇങ്ങനെ ചിലർ പക്ഷികളെ വളർത്താറുണ്ട്, ചിലർ മീനുകളെ വളർത്താറുണ്ട്. ഇങ്ങനെ പല പെറ്റ്സൊക്കെ നമ്മുടെ വീടുകളിൽ ഉള്ളപ്പോൾ തന്നെ ഇതൊന്നും, സ്തോത്രം, ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് കടന്നു വരരുത്. സ്തോത്രം. അതിൻ്റെ പേര് പറഞ്ഞ് നീ നിന്റെ പ്രാർത്ഥന ഉഴപ്പാനോ നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് അതൊരു തടസ്സമായിട്ടും എന്ത് ചെയ്യരുത്, മാറരുത്. ദൈവത്തിന് സ്തോത്രം.